ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒരു വ്യക്തിയോട് തോന്നുന്ന പ്രത്യേകമായ വൈകാരിക ബന്ധമാണ് പ്രണയം, അല്ലേ? ഇത് വളരെയധികം അഗാധവും സന്തോഷമുണ്ടാക്കുന്നതും ആയ ബന്ധമായിരിക്കും. ജീവിതത്തിൽ പ്രണയിക്കാത്തവരായി ആരും തന്നെ കാണില്ല. നമ്മൾ പ്രണയിക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മളിലേക്ക് ഈ യൂണിവേഴ്സ് എത്തിച്ചു തരുന്നതാണ്. അത് നമ്മൾ പല അവസരങ്ങളിൽ അനുഭവസ്ഥരുമാണ്. പലരുടെയും പ്രണയബന്ധം തകരുവാനുള്ള കാരണം അവർ അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശരിയായ രീതിയിൽ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ്. ഒരു പ്രണയം നമ്മുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ നമ്മൾ ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ച എല്ലാ തരത്തിലുമുള്ള സ്നേഹബന്ധങ്ങൾക്ക് നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഈ യൂണിവേഴ്സിനോട് നന്ദി പറയണം. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നന്ദി പറയുവാൻ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുവാൻ ഒരിക്കലും മറക്കരുത്. നിറഞ്ഞ മനസ്സോടെ താങ്ക് യു പറയുമ്പോൾ പോസിറ്റീവ് ഇമോഷൻസ് ഒരുപാട് നമ്മളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ഒരു ആയുഷ്കാലത്ത് നമ്മൾക്ക് പലതരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ ലഭിക്കും. ഒരു ദീർഘനിശ്വാസമെടുത്ത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഇതുവരെ നമ്മളെ സ്നേഹിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുക. എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് ലഭിച്ച സ്നേഹത്തിന് നന്ദി, എൻ്റെ അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹത്തിന് നന്ദി, എൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, എല്ലാ കുടുംബാംഗങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയ സ്നേഹത്തിന് നന്ദി, ആത്മാർത്ഥ സുഹൃത്തുക്കൾ എനിക്ക് തന്ന സ്നേഹത്തിന് നന്ദി, എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന്, എല്ലാത്തിനും ഉപരിയായി എന്നിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഒരു സവിശേഷ വ്യക്തിത്വമാണ്. എല്ലാവർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇനി നിങ്ങളുടെ പ്രണയം വിഷ്വലൈസ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ കൃത്യതയോടെ മനസ്സിൽ കാണുക. ആ വ്യക്തിയുടെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കുന്ന അവസരങ്ങൾ മനസ്സിൽ വരുത്തുക. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ധരിച്ചിരിക്കുന്ന വസ്ത്രം, അതിൻ്റെ നിറം, നിങ്ങളിരിക്കുന്ന സ്ഥലം എല്ലാം ഒരു സിനിമയിലെന്ന പോലെ മനസ്സിൽ കാണുക. ഒരുമിച്ചിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ പങ്കിടുന്ന അതിശക്തമായ വൈകാരിക ബന്ധവും ആ സന്തോഷവും മനസ്സിൽ അനുഭവിച്ചറിയുക. നിങ്ങളുടെ പ്രണയബന്ധത്തിൻ്റെ ഭാവിയെക്കുറിച്ച് നിങ്ങളിലുള്ള എല്ലാ സംശയങ്ങളും ഒഴിവാക്കുക. അതായത് എൻ്റെ പ്രണയം സഫലമാകുമോ എന്നുള്ള ഭയം, ആ ഭയം ആദ്യം തന്നെ നിങ്ങൾ ഒഴിവാക്കുക. പ്രണയിക്കുന്ന വ്യക്തിയുമായുള്ള സന്തോഷകരമായ ഒരു ജീവിതം എപ്പോഴും മനസ്സിൽ കാണുക. ആ വ്യക്തിയും ഒന്നിച്ച് ഒരു കോഫി ഹൗസിൽ സംസാരിച്ചിരിക്കുന്നത്, ഷോപ്പിങ്ങിന് പോകുന്നത്, നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയ ഫർണിച്ചർ നിങ്ങൾ ഒരുമിച്ച് വാങ്ങുന്നത്, പുതിയ കേർട്ടൻ വാങ്ങുന്നത്, ആ കേർട്ടൻ്റെ നിറം, അങ്ങനെ നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയുമൊത്തുള്ള ജീവിതം നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ തന്നെ അതുപോലെ കൃത്യമായി കാണുക. സുഖത്തിൽ മാത്രമല്ല, ദുഃഖത്തിലും നിങ്ങൾ പങ്കാളികളാകണം. അങ്ങനെ പങ്കാളികളാകുന്നതും മാനിഫെസ്റ്റ് ചെയ്യുക. വ്യക്തിപരമായ ഉയർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നത് കാണുക. എല്ലാത്തിനും ഉപരിയായി നിങ്ങൾ ഒരേ താല്പര്യങ്ങളും മൂല്യങ്ങളും പങ്കുവയ്ക്കുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രണയബന്ധം അതിശക്തമായ ഒരു തലത്തിലേക്ക് കടക്കുകയാണ്. മറ്റേ വ്യക്തിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണോ അവ നിങ്ങളിലും വളർത്താൻ ശ്രമിക്കുക. ഞാനും ആ വ്യക്തിയും ഒരുമിച്ചുള്ളപ്പോൾ ഏറ്റവും സന്തോഷം ഉള്ളവരായിരിക്കുന്നു. ഞങ്ങളെ ഒരുമിപ്പിച്ചതിന് ഈ പ്രപഞ്ചത്തിന് നന്ദി. താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന പോസിറ്റീവ് അഫർമേഷൻ നിങ്ങൾ എല്ലാ ദിവസവും എഴുതുക. അതിന് 369 ടെക്നിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 777 ടെക്നിക്ക് ഉപയോഗിക്കാം. 369 ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് അഫർമേഷൻ രാവിലെ 3 തവണ, ഉച്ചയ്ക്ക് 6 തവണ, വൈകുന്നേരം 9 തവണ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 21 ദിവസമൊക്കെ എഴുതുന്നതിനാണ് 369 ടെക്നിക്ക് എന്ന് പറയുന്നത്. 777 ടെക്നിക്കാണെങ്കിൽ രാവിലെ 7 തവണ, ഉച്ചയ്ക്ക് 7 തവണ, വൈകുന്നേരം 7 തവണ, എല്ലാ ദിവസവും നമ്മൾ ഈ പോസിറ്റീവ് അഫർമേഷൻ, നമ്മളുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു, അതിന് നന്ദി, പ്രപഞ്ചത്തിന് നന്ദി എന്ന രീതിയിൽ നമ്മൾ എഴുതുന്നു. നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കി മുറിയിൽ എപ്പോഴും കാണുന്ന രീതിയിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ ആ ചിത്രം ഫോണിൻ്റെ വാൾപേപ്പറാക്കി ഇടാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം നിങ്ങളുടെ ബന്ധം പിരിയാൻ പറ്റാത്ത ശക്തമായ തലത്തിലേക്ക് എത്തപ്പെടുകയാണ്.
അപ്പോൾ ഇത്തരം പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമായ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ വ്യക്തിയെ നമ്മളിലേക്ക് അടുപ്പിക്കാനുള്ള എല്ലാ ജാലവിദ്യകളും ഈ പ്രപഞ്ചത്തിനറിയാം. ഇങ്ങനെ ശക്തമായ ഒരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ പ്രപഞ്ചം അതിനുള്ള വഴികൾ തുറക്കുവാൻ ഓരോന്നോരോന്നായിട്ട് തുറക്കുവാൻ തുടങ്ങും. ഓരോ സാഹചര്യങ്ങളായിട്ട് നമ്മുടെ മുൻപിൽ എല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ നിറഞ്ഞ മനസ്സോടെ നന്ദി പറഞ്ഞുകൊണ്ട് അത് നിങ്ങളിലേക്ക് സ്വീകരിച്ചാൽ മാത്രം മതി. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഈ യൂണിവേഴ്സ് സാധിച്ചു തരട്ടെ. എല്ലാവരും സന്തോഷമുള്ളവരായിരിക്കട്ടെ. വീണ്ടും കാണാം. താങ്ക് യു.